ഇന്റലിൻ്റെ 80486 പ്രോസസ്സേഴ്സും NPM പ്രോസസ്സറിനെയും പറ്റിയാണ് പഠിക്കുന്നത്. ഈ യൂണിറ്റിൽ പ്രധാനമായും അഡ്വാൻസ് ആയിട്ടുള്ള പ്രോസസ്സറുകളുടെ പ്രത്യേകതകളും അവയുടെ അഡീഷണൽ ആയിട്ടുള്ള യൂണിറ്റ്സും നിർദ്ദേശങ്ങളെയും പറ്റിയാണ് പഠിക്കുന്നത്. നാളിതുവരെ നമ്മൾ 186, 286, 386 വരെയുള്ള പ്രോസസ്സറുകൾ പറഞ്ഞു. ഇന്നത്തെ ക്ലാസ്സിൽ അടുത്ത 2 പ്രോസസ്സറുകൾ കൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ്. എന്താണ് ഇന്റൽ 80486ന്റെ പ്രത്യേകതകളെന്ന് നോക്കാം. ഇന്റൽ 486 80386ന്റെയും 80387 എന്ന് പറയുന്ന കോ പ്രോസസ്സറിന്റെയും 8 MB റാം ഉൾപ്പെടെയുള്ള മെമ്മറി യൂണിറ്റിന്റെയും ഒരു ഇന്റഗ്രേഷൻ ആയിട്ട് കരുതാം. 80386 വരെ പ്രോസസ്സർ വരെ ഒരു കോ പ്രോസസ്സറുകൾ കൂടെ മെയിൻ പ്രോസസ്സറിനോടൊപ്പം ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻ ചെയ്യാനായിട്ട് വിനിയോഗിച്ചിരുന്നതായി കാണാനായിട്ട് കഴിയും. അതായത് ഫ്ലോട്ടിംഗ് ഇൻറ്റിജർ ഓപ്പറേഷനേക്കാളും സമയം കൂടുതലെടുക്കുന്ന ഓപ്പറേഷൻസ് ആണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ്. അപ്പോൾ അത്തരം ഓപ്പറേഷൻസ് ചെയ്യാനായിട്ട് അതിനെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ള പ്രോസസ്സറിനെയാണ് കോ പ്രോസസ്സർ എന്ന് പറയുക. 80386 387 എന്നും 286 287 എന്നുള്ള കോ പ്രോസസ്സറുകൾ പ്രത്യേകമുണ്ടായിരുന്നു. 80486ൽ 1.2 മില്യൺ ട്രാൻസിസ്റ്റേഴ്സും അവയുടെ സ്പീഡ് 386 387 എന്ന 2 പ്രോസസ്സറുകൾ ഉപയോഗിച്ച് ഒരുമിച്ച് ചെയ്യുന്നതിനേക്കാൾ 3 times ഫാസ്റ്റ് ആണെന്നും കാണാനായിട്ട് കഴിയും. ബേസിക് ആർക്കിടെക്ചറും മെമ്മറി അഡ്രസ് കപ്പാസിറ്റിയും മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റും ഓപ്പറേറ്റിംഗ് സിസ്റ്റം മോഡും 386ന് സമാനമായിട്ടാണ് 80486ലുള്ളത്. 80486 പ്രോസസ്സറുകൾ 386മായിട്ട് സോഫ്റ്റ്വെയർ കോമ്പാറ്റിബിൾ ആണ്. അതായത് 80386ലെ പ്രോഗ്രാമും സോഫ്റ്റ്വെയറും അതുപോലെ 486ലും ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയും. അവയുടെ ആർക്കിടെക്ചറിലുള്ള വ്യതിയാനങ്ങൾ നോക്കിയാൽ 486 എന്ന് പറയുന്ന ഒരു 32-ബിറ്റ് പ്രോസസ്സറാണ്. ഒരു ഓൺ ചിപ്പ് മെമ്മറി മാനേജ്മെന്റ് കൂടെ ഉണ്ട്, നേരത്തെ കണ്ടതുപോലെ. ഫ്ലോട്ടിംഗ് പോയിന്റ് ചെയ്യാനായിട്ട് ഓപ്പറേഷൻ ചെയ്യാനായിട്ടുള്ള സംവിധാനവും 486നകത്തുണ്ട്. ക്യാഷ് മെമ്മറി യൂണിറ്റുകളും അവൈലബിൾ ആണ്. ഫങ്ഷണൽ യൂണിറ്റുകളെ പറ്റി പരിശോധിച്ചു കഴിഞ്ഞാൽ ഡേറ്റ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്നുണ്ട്. അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റും ബാരൽ ഷിഫ്റ്റ് രജിസ്റ്ററും അറേ ഓഫ് രജിസ്റ്ററും കൂടെ കൂടിച്ചേരുന്നതാണ് ഈ ഡേറ്റ പ്രോസസ്സിംഗ് യൂണിറ്റ്. ബസ് ഇന്റർഫേസിംഗ് യൂണിറ്റിനകത്ത് ഡ്രൈവേഴ്സും വേരിയസ് കൺട്രോൾ ലോജിക് യൂണിറ്റ്സും അടങ്ങിയിരിക്കുന്നു. പിന്നെ വരുന്നത് അഡീഷണൽ ആയിട്ട് ഒരു 32 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ പ്രീഫെച്ച് ക്യൂ അവൈലബിൾ ആണ്. ഇൻസ്ട്രക്ഷൻ ഡീകോഡ് യൂണിറ്റ് ഉണ്ട്. ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻ ചെയ്യാനായിട്ടുള്ള യൂണിറ്റ് ഉണ്ട്. മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് വിത്ത് സെഗ്മെന്റേഷൻ ആൻഡ് പേജിംഗ് മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് പ്രത്യേകിച്ചുണ്ട്. 8 KBയുടെ ഒരു ക്യാഷ് മെമ്മറി യൂണിറ്റും ഉണ്ട്. അതായത് 80486 മുതൽ ക്യാഷ് മെമ്മറി കൺസെപ്റ്റ് വരുന്നത് കൊണ്ട് തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ടുള്ള സംവിധാനങ്ങളും 486നകത്തുണ്ട് എന്നുള്ളതാണ്. ഡേറ്റ പ്രോസസ്സിംഗ് യൂണിറ്റ്സിനകത്ത് കാണുന്നത് 32-ബിറ്റ് പ്രോസസ്സിങ്ങിനുള്ള ALUവും ബാരൽ രജിസ്റ്ററും 8 32-ബിറ്റ് രജിസ്റ്ററുകളും ഉണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ്, നമ്മുടെ ABC എന്ന് D എന്ന് നേരത്തെ കണ്ടതുപോലെ. ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് 80386ന് സെയിം തന്നെയാണ്. കഴിഞ്ഞ ഇതിനകത്ത് നമ്മൾ 32-ബിറ്റാണ് 386ലും പഠിച്ചത്. EAX EBX എന്നൊക്കെ പറഞ്ഞു. ബസ് ഇന്റർഫേസ് യൂണിറ്റ് നമ്മൾ പറഞ്ഞതുപോലെ ഡ്രൈവേഴ്സ് എന്ന് പറയുന്നത് അഡ്രസ് ആൻഡ് ഡേറ്റ ബസ്, അതുപോലെ വേരിയസ് കൺട്രോൾ യൂണിറ്റുകളുടെ ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഡ്രൈവർ സോഫ്റ്റ്വെയറുകളും യൂണിറ്റുകളും. പിന്നെ ബസ് സൈക്കിൾ കൺട്രോൾ ഉണ്ട്, ബേസ്റ്റ് സൈക്കിൾ കൺട്രോൾ, ബസ് സൈസ് കൺട്രോൾ ആൻഡ് ക്യാഷ് കൺട്രോൾ യൂണിറ്റ്സ്. ഇത്തരത്തിലുള്ള കൺട്രോൾ യൂണിറ്റ്സുകളൊക്കെ ഈ ബസ് ഇന്റർഫേസ് യൂണിറ്റിനകത്ത് ഒത്തുചേർന്നിരിക്കുന്നുണ്ട് കാണാം. Control signals necessary for memory, IO and interrupt bus cycles are generated by this unit. മെമ്മറിയെയും IOയെയും ഇൻട്രപ്റ്റ് ബസ് സൈക്കിളിനെയും കൺട്രോൾ ചെയ്യാനായിട്ടുള്ള സിഗ്നൽസും ജനറേറ്റ് ചെയ്യുന്നത് ഈ യൂണിറ്റാണ്. DAUവിന്
പാരിറ്റി ജനറേഷൻ ആൻഡ് കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. പാരിറ്റി ചെക്ക് ചെയ്യാനായിട്ട്, അത് എററുകൾ, ഡേറ്റയിൽ എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ് പാരിറ്റി ചെക്ക് ഉപയോഗിക്കുക. ഡ്യൂറിങ് റീഡ് ഓപ്പറേഷൻ പാരിറ്റി യൂണിറ്റ് ചെക്സ് ഫോർ ഈവൻ പാരിറ്റി. റീഡ് ചെയ്യുന്ന സമയത്ത് ഡേറ്റ ചെക്ക് ചെയ്യുന്നു, ഈവൻ പാരിറ്റി ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു. ഈവൻ പാരിറ്റി എന്ന് പറഞ്ഞാൽ ആ ഡേറ്റയിലുള്ള നമ്പർ ഓഫ് ഓൺസ് ഈവൻ ആയിരിക്കും. ഇഫ് ഇറ്റ് ഫൈൻഡ്സ് ആൻ എറർ ദെൻ ഇറ്റ് ജനറേറ്റ്സ് എ പാരിറ്റി ചെക്ക് എറർ സിഗ്നൽ. പാരിറ്റി ചെക്ക് ചെയ്യുമ്പോൾ ഈവൻ പാരിറ്റി അല്ല ഓടാണ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു പാരിറ്റി എറർ ചെക്ക് സിഗ്നൽ ജനറേറ്റ് ചെയ്യും. 80486-ന് 5 സ്റ്റേജിലുള്ള ഇൻസ്ട്രക്ഷൻ പൈപ്പ്ലൈൻ എക്സിക്യൂഷൻ വിച്ച് ഇൻക്ലൂഡ് പ്രീഫെച്ച്, ഡീകോഡ്, സെക്കൻഡ് ഡീകോഡ്, എക്സിക്യൂട്ട് ആൻഡ് റൈറ്റ് ബാക്ക്. ഇത്തരത്തിലുള്ള 5 സ്റ്റേജ് ഇൻസ്ട്രക്ഷൻ പൈപ്പ് ലൈനാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഒരു ഇൻസ്ട്രക്ഷൻ പ്രീഫെച്ച് ചെയ്യുന്നു, ഫസ്റ്റ് ഒന്നാമത് ഡീകോഡ് ചെയ്യുന്നു, സെക്കൻഡ് ഡീകോഡ് ചെയ്യുന്നു, എക്സിക്യൂട്ട് ചെയ്യുന്നു, റൈറ്റ് ബാക്ക് ചെയ്യുന്നു. 80486 ക്യാൻ എക്സിക്യൂട്ട് 2 ഇൻസ്ട്രക്ഷൻ സൈമൾട്ടേനിയസ്ലി. ഒരേ സമയത്ത് 2 ഇൻസ്ട്രക്ഷൻ ചെയ്യാനായിട്ട് പറ്റും. അതായത് ഒന്ന് പ്രീഫെച്ച് ചെയ്യുന്ന സമയത്ത് വേറൊന്ന് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് കഴിയും. അപ്പോഴങ്ങനെ 5 യൂണിറ്റ് ആയിട്ടാണ് ഒരു ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒന്ന് ചെയ്യുന്ന സമയത്ത് വേറൊരു ഇൻസ്ട്രക്ഷനും അതോടൊപ്പം തന്നെ ചെയ്യാനായിട്ട് പറ്റും. 2 സ്റ്റേജിൽ ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് കൺസിസ്റ്റ് ഓഫ് 8 നമ്പേഴ്സ് ഓഫ് 8-ബിറ്റ് ഡേറ്റ രജിസ്റ്റർ. 8 80-ബിറ്റ് ഡേറ്റ രജിസ്റ്റേഴ്സ് ഉണ്ടെന്നുള്ളതാണ്. 3 നമ്പർ 16-ബിറ്റ് രജിസ്റ്റർ കോൾ സ്റ്റാറ്റസ് രജിസ്റ്റർ. 3 16-ബിറ്റ് രജിസ്റ്റേഴ്സ് ഉണ്ട്, അവ സ്റ്റാറ്റസ് രജിസ്റ്റർ എന്നറിയപ്പെടുന്നു. കൺട്രോൾ രജിസ്റ്റേഴ്സ്, ടാഗ് വേർഡ് രജിസ്റ്റർ ആൻഡ് 2 നമ്പേഴ്സ് ഓഫ് 48-ബിറ്റ് പോയിന്റ് രജിസ്റ്റേഴ്സ് കോൾ ഇൻസ്ട്രക്ഷൻ പോയിന്റർ ആൻഡ് ഡേറ്റ പോയിന്റർ. ഇവിടെയുള്ള പോയിന്റ് രജിസ്റ്ററിന്റെ സൈസ് എന്ന് പറയുന്നത് 48 ബിറ്റ് ആണ് എന്ന് കാണാനായിട്ട് കഴിയും. മെമ്മറി മാനേജ്മെന്റ് യൂണിറ്റ് സെഗ്മെന്റേഷനും പേജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെഗ്മെന്റേഷന്റെ പ്രയോജനം എന്ന് പറയുന്നത് അലോസ് മാനേജ്മെന്റ് ഓഫ് ലോജിക്കൽ അഡ്രസ് സ്പേസ്. ലോജിക്കലി മെമ്മറിയെ എങ്ങനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നു, അതെങ്ങനെ മാനേജ് ചെയ്യുന്നതെന്നും. പാജിംഗ് മെക്കാനിസം ഓപ്പറേറ്റ്സ് ബിനീത്ത് സെഗ്മെന്റേഷന്റെ കൂടെയാണ് പേജിങ്ങും വർക്ക് ചെയ്യുക. ക്യാഷ് മെമ്മറി കൺസിസ്റ്റ് സ്റ്റാറ്റിക് റാംസ് വിച്ച് ആർ വെരി ഫാസ്റ്റ്. ക്യാഷ് മെമ്മറി ബാക്കിയുള്ള മെമ്മറി ഹൈറാർക്കിയുമായിട്ട് ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ വളരെ ഫാസ്റ്റ് ആണെന്ന് കാണാനായിട്ട് കഴിയും. അപ്പോഴതിനുവേണ്ടി ക്യാഷ് മെമ്മറി യൂണിറ്റ് ഉപയോഗിക്കുന്നു. പെന്റിയം മൈക്രോ പ്രോസറാണ് അടുത്തതെന്ന് പറയുന്നത്. അഡ്വാൻസ്ഡ് 32-ബിറ്റ് സൂപ്പർ സ്കെയിലർ പ്രോസറാണ് വിത്ത് 64-ബിറ്റ് ഡേറ്റാബേസ്. ഡേറ്റാബേസിന്റെ സൈസ് 64 ആവുന്നു. 32-ബിറ്റ് അഡ്രസ് ബസ് ടു അഡ്രസ് അപ് ടു 4 GB ഓഫ് ഫിസിക്കൽ മെമ്മറി. അഡ്രസ് ബസിന്റെ സൈസ് എന്ന് പറയുന്നത് 32-ബിറ്റ് ആണ്. 32-ബിറ്റ് ആയതുകൊണ്ട് തന്നെ 32-ബിറ്റ് ഉപയോഗിച്ച് 4 GB ഫിസിക്കൽ മെമ്മറി സ്പേസ് ആക്സസ് ചെയ്യാനായിട്ട് കഴിയും. 1993 അത് റിലീസ് ചെയ്തത്. കൺസിസ്റ്റ് ഓഫ് 3.1 ബില്യൺ ട്രാൻസിസ്റ്റേഴ്സ് ഉണ്ട്. നേരത്തെ 1.2 ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ 3.1 ബില്യൺ ട്രാൻസിസ്റ്റേഴ്സ് വരുന്നു. ക്യാൻ എക്സിക്യൂട്ട് 2 ഇൻഡിജേഴ്സ് സൈമൾട്ടേനിയസ്ലി. 2 ഇൻഡിജർ ഓപ്പറേഷൻ ഒരു സമയത്ത് തന്നെ ചെയ്യാനായിട്ട് കഴിയുമെന്ന് കാണുന്നു. അതിന്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക. സൂപ്പർ സ്കെയിലർ ആർക്കിടെക്ചറാണ്, പൈപ്പ് ലൈൻഡ് ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ് ആണ് തുടങ്ങി വരുന്ന അതിന്റെ പ്രത്യേക തരത്തിലുള്ള ഫീച്ചേഴ്സ്. ഇത്രയും ഫീച്ചേഴ്സ് പെന്റിയത്തിന് അഡീഷണൽ ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് പെന്റിയം എന്ന് പറയുന്നത് ഒന്ന് ബസ് യൂണിറ്റ്, പേജിംഗ് യൂണിറ്റ്, പ്രീഫെച്ച് ബഫർ, ഇൻസ്ട്രക്ഷൻ ഡീകോഡ്, കൺട്രോൾ റോം, എക്സിക്യൂഷൻ യൂണിറ്റ് വിത്ത് 2 ഇൻഡിജർ ഓപ്പറേഷൻസ്, ബ്രാഞ്ച് ടാർഗറ്റ് ബഫർ, ക്യാഷ് ഡീകോഡ്, ഡേറ്റ ക്യാഷ്, ഫ്ലോട്ടിംഗ് പോയിന്റ് യൂണിറ്റ്, ഡ്യുവൽ പ്രോസസ്സിംഗ് ലോജിക്, അഡ്വാൻസ്ഡ് പ്രോഗ്രാമബിൾ ഇന്ററപ്റ്റ് കൺട്രോളർ. ഇത്രയും യൂണിറ്റുകളാണ് ഫങ്ഷണൽ യൂണിറ്റ് ആയിട്ട് പെന്റിയത്തിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. താല്പര്യമുള്ള ആൾക്കാർക്ക് അഡീഷണൽ അറിയാൻ വേണ്ടി വേണമെങ്കിൽ ഇത്തരം യൂണിറ്റുകളുടെ എക്സ്പ്ലനേഷനും ഫീച്ചേഴ്സിന്റെ എക്സ്പ്ലനേഷനും തരാം. സാധാരണ പരീക്ഷയ്ക്ക് വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള അറിവ് മാത്രമേ ഈ പ്രോസറുകളെ പറ്റി പ്രതീക്ഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അധികം ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. സിലബസിന്റെ അനുസരിച്ച് ഏകദേശം പോർഷൻസ് ഇതോടൊപ്പം കവർ ചെയ്യുന്നുണ്ട്. മറ്റെന്തെങ്കിലും സജഷൻസ് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സുകളിൽ ഏതെങ്കിലും പോർഷൻ വിട്ടുപോയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് കഴിയും. അതല്ല എങ്കിൽ ഈ ഫീച്ചറുകളുടെ പറ്റിയുള്ള എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചെയ്യാനായിട്ട് കഴിയും. സ്വാഭാവികമായിട്ട് സർവകലാശാല അടുത്ത സെമസ്റ്റർ മിക്കവാറും 4th സെമസ്റ്റർ
അടുത്ത ആഴ്ച തൊട്ട് തുടങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ആഴ്ച കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു സോ മച്ച്.